ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല. അങ്ങോട്ട് മാറ്റുന്നു. ഒരിക്കലും അവിടെ പോയിട്ട് എല്ലാ ഡീറ്റെയിൽസും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ, അവർ ഒരിക്കലും നമുക്ക് വിൽക്കില്ല. ഹലോ ഗായ്സ്, അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു വൻ പരിപാടിയാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നൊക്കെ അവധിയായിരുന്നു. ഇന്നലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഇന്ന് മൊത്തം റെസ്റ്റ് എടുക്കാം. ഇന്ന് നമുക്ക് പുറത്തോട്ടും കാര്യമൊന്നുമില്ല. നല്ല കടകളൊക്കെ അവധിയാണ് ഇവിടെ. ജർമ്മനിയിൽ സൺഡേസൊക്കെ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ കുറച്ച് സാധനം കൂടി മിഠായികളൊക്കെ കൂടി നമുക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന വീഡിയോസിൻ്റെ ഇടയിലൊരു ചെറിയൊരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നൊരു പരിപാടി ഉണ്ട്. നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട്, അത് ക്ലീൻ ആക്കണം. ഇതായിരിക്കണം മൊത്തം പായലൊക്കെ പിടിച്ച് സീനായിട്ടിരിക്കണം. അപ്പോൾ അത് ക്ലീൻ ആക്കണം. നിങ്ങളെ അത് ഇതിൻ്റെ ഒരു അവസ്ഥ മൊത്തത്തിലൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൊത്തം ഗ്രീൻ ഇതായിട്ട് പായൽ വന്ന് ശോകമായിട്ടിരിക്കുകയാണ് അവസ്ഥ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം മാറ്റിയിട്ട് ഒരു 3 months എങ്കിലും ആയിട്ടുണ്ട്. അതിനകത്തേക്ക് വീണുപോയി. ഈ അക്വേറിയം ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അക്വേറിയം എന്ന് പറയാൻ പറ്റില്ല, ബെറ്റ ഫിഷ് ടാങ്ക് ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എനിക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മേടിക്കാം. പിന്നെ ഒരു കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ അക്വേറിയം, അതായത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ അക്വേറിയം എന്ന് പറയുന്നത് ആക്ച്വലി ലീഗലല്ല ഇവിടെ. അതായത് ഈ ഒരു വലിപ്പമുള്ള ടാങ്ക്, ഇത് എനിക്ക് തോന്നുന്നു 5 ലിറ്ററിൻ്റെ ടാങ്കാണെന്ന് തോന്നുന്നു. 5 ലിറ്റർ പോരാ, മിനിമം 10 ലിറ്റർ ടാങ്കെങ്കിലും വേണം ഇവിടെ ജർമ്മനിയിൽ ഒരാൾക്ക് അക്വേറിയം ആയിട്ട് നമ്മൾ മീനെ വളർത്തണമെങ്കിൽ. അറ്റ്ലീസ്റ്റ് ഒരു ബെറ്റ ഫിഷിനെങ്കിലും വളർത്തണമെങ്കിൽ മിനിമം ഒരു 10 ലിറ്ററിൻ്റെ ടാങ്കെങ്കിലും വേണം. ഇത് ശരിക്കും ഇല്ലീഗലാണ്. ആമസോൺ അത് വിൽക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഞാനിതുപോലെ ഇതിൻ്റെ ഫിഷ് ഫുഡ് മേടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അക്വേറിയം ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്നത്, മീൻ താങ്കളുടെ കയ്യിൽ മീനുണ്ടോ, അപ്പോൾ എത്ര ഏത് മീനാണുള്ളത്, അതുപോലെ എത്ര ലിറ്ററിൻ്റെ ടാങ്കാണുള്ളത്, അതൊക്കെ ചോദിക്കും. അപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ഞാൻ ഇപ്പം 5 ലിറ്ററിൻ്റെ ടാങ്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമുക്ക് തരില്ല. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കുക. ഒരിക്കലും അവിടെ പോയിട്ട് എല്ലാ ഡീറ്റെയിൽസും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ, അവർ ഒരിക്കലും നമുക്ക് വിൽക്കില്ല. അത് ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ട് ആ മീൻ ഇവിടെ എന്താ പറയുക, ആനിമൽ ഷൂട്ട്സൊക്കെ, ടിയർ ഷൂട്ട്സ് എന്ന് പറയും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഈ മീനുകൾക്ക് പോലും അവർ അത്രയും ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ശരിക്കും ഈ ഒരു അക്വേറിയം ടാങ്കിൽ ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടാങ്ക് ഈ മീന് പറ്റുന്ന ഒരു എക്കോസിസ്റ്റം അല്ല ഉള്ളത്. ഇതിന് പറ്റുന്നൊരു ഇത്രയും പോരാ, ഈ സ്പേസ് പോരാ ഈ ഒരു മീന് താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ എന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അത് തന്നെ ആക്ച്വലി ശരിയാണ്. പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ എത്രയോ മീനുകൾ വളർത്തുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഞാനിവിടെ വളർത്തുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മീനോട് ഞാൻ ചെയ്യുന്നത് ക്രൂരതയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനതിനോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ വളർത്തുന്നു. 5 ലിറ്റർ ടാങ്ക് എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റുള്ളൂ. അത് വലുത് എന്നെ കൊണ്ട് പറ്റിയില്ല, അതിനുള്ള സ്പേസ് നമുക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കുണ്ടാമണ്ടികളൊക്കെ അഴിച്ചു മാറ്റാം, പമ്പ് ഓഫ് ചെയ്യാം. പിന്നെ ഈ ലൈറ്റ് കണ്ടില്ലേ, ഇത് നല്ലൊരു സെറ്റപ്പാണ്. ഇങ്ങനെ നല്ല വളക്കാനും ചിരിക്കാനൊക്കെ പറ്റും. ഇതിൽ വേണമെങ്കിലും വെക്കാം. പിന്നെ ബാക്കിലൊരു നട്ടുണ്ട്, അത് ലൂസാക്കിയാൽ മതി. നട്ടല്ല, ബോൾട്ട്. അപ്പം അതിങ്ങോട്ട് പോരും. ഇവിടെ എടുത്ത് വെക്കാം. പിന്നെ ഈ പമ്പ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇങ്ങോട്ട് ഇറക്കി ഇടാൻ പറ്റും. പമ്പിൻ്റെ ആദ്യം ഊരിയെടുക്കാം, വയറ് ഊരിയെടുക്കാം, പ്ലഗ്. അപ്പം അത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും നമുക്ക്. അത് തൽക്കാലം ഇവിടെ ഇതിൽ ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ. ഇപ്പോൾ പിന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കിട്ടും. നമുക്കിങ്ങനെ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് ഇങ്ങനെ തുടക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. പായലൊക്കെ കുറച്ച് പോവും. അത് തന്നെ ഞാനിപ്പോൾ കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. എപ്പോഴും ഇങ്ങനെ ചെയ്ത് ഈ പായൽ കൂടി വന്ന്. അപ്പോൾ അത് മാറ്റാമെന്ന് വിചാരിച്ച്. പിന്നെ ഫിഷിനെ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് ഈ സെറ്റിൽ. പിന്നെ ഇതുപോലെ തന്നെ കല്ലൊക്കെ അടിയിൽ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഊരിയെടുക്കുക. ഇതിൽ ഊരിയെടുത്തിട്ട് ഇതിങ്ങനെ മാറ്റി സെറ്റ് ചെയ്യാം. കല്ല് ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്യാം. അതുപോലെ
സ്പോഞ്ച് വെച്ചിട്ട് തുടക്കാനും പറ്റും. അത് ഊരി വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഇതിലേക്ക് എടുക്കാം. അക്വേറിയം മേടിക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമല്ല, നമ്മൾ ഇപ്പോൾ ഒരു ടാങ്ക് മേടിച്ചാൽ അതവരെങ്ങനെ ചെക്ക് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്ക് നമ്മളൊരു വീട്ടിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ടാങ്ക് മേടിച്ചു പുതിയതായിട്ട്. അപ്പോൾ നമ്മൾ ആ ടാങ്ക് ഒരു 1 വീക്കോ അതിൽ പ്ലസ് എന്തോ 10 days മിനിമോട്ടെ വെള്ളം ഒഴിച്ച്, അതായത് പമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 10 days 1 week പ്ലസ് എന്തോ ഇടണം. അതായത് മീനിടാണ്ട് നമ്മൾ അത്രയും ദിവസം ടാങ്ക് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഇടണം. അതിന് ശേഷമാണ് നമ്മൾ മീനെ മേടിച്ച് ഇടേണ്ടത് ശരിക്കും. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അതൊക്കെ ഇവിടുത്തെ റൂളാണ്. ഇപ്പോൾ ഈ റൂൾസൊക്കെ ഫോളോ ചെയ്ത് എത്ര പേര് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ടല്ല ചെയ്യണത്. പണി കിട്ടുമെന്ന് അറിയില്ല, നിങ്ങളാരും പോയി പറയാട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കണോണ്ട് ചിലപ്പോൾ ആയിരിക്കും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അത്ര തന്നെ. അപ്പോൾ നമ്മൾ വെള്ളം മാറ്റി നമുക്ക് നമ്മളെ ലോലൻ എന്നാണ് അവനെ വിളിക്കണം. ഞാൻ ഇട്ടല്ല, സ്റ്റാനിട്ട പേരാണ് ലോലൻ. അപ്പോൾ ലോലൻ നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. ലോലൻ പ്രശ്നക്കാരനാണ്, കുറച്ച് ഗൗരവക്കാരനാണ്. വടി പരിക്ക് പറ്റും നിനക്കല്ലെങ്കിൽ. കുറേ നാളായി ഇവനിങ്ങനെ പൊക്കിയെടുത്തിട്ട്, അതുകൊണ്ട് ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും അതിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മളതിനെ മാറ്റിയിട്ടു. നീ ഇവിടെ സൂക്ഷിച്ച് വെക്കാം കുറച്ച് നേരം. ചാടിപ്പോവാണ്ട് ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മുകളിലൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ വെക്കാം. ചാടിപ്പോവില്ല ബെറ്റാ ഫിഷുകൾ അങ്ങനെ. ചാടിപ്പോയാലും കുറച്ച് നേരമൊക്കെ ഒരു തോന്നണ 1 മണിക്കൂറൊക്കെ ജീവിക്കാൻ പറ്റുമോ അതിന്, ഓക്സിജൻ ലിമിറ്റഡ് ആണെങ്കിലും. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് മാറ്റണം, ഷിഫ്റ്റ് ചെയ്യണം. നാട്ടിലായിരുന്നെങ്കിൽ ഓസൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ കൊടുക്കുമായിരുന്നു. ഇതിൽ കൂടി ഇങ്ങനെ ഒരു ഓസ് ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് വെള്ളം പോരുമല്ലോ, അങ്ങനെ കൊടുക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിത് കൈവച്ച് തന്നെ കോരി മാറ്റാം എന്നുള്ളൊരു സ്കീമിലാണ്. ഇങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. ഇങ്ങനെ അധികം നേരം എടുക്കാനും പറ്റില്ലല്ലോ. നോക്കാം. പിന്നെ ഉള്ളത് ഗ്ലാസ് അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ച് കോരിയെടുക്കണം. നോക്കാം. വേറെ ബുദ്ധിപരമായ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ ഇതിൽ നിന്ന് വെള്ളം മാറ്റാൻ. ഓസ് ഓക്കെ, ഓൾറെഡി ഒരു ഐഡിയയാണ്. ഒരു ചെറിയൊരു പൈപ്പ് ഇട്ടിട്ട് വലിച്ചെടുക്കുന്നത് ഒരു ഐഡിയയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. അതല്ലാതെ വേറെ എന്തെങ്കിലും ഐഡിയാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ പമ്പ് നമുക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് ആ സുന വെച്ചിട്ട് നമുക്ക് കോരി നോക്കാം. പമ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് പോരാം. കണ്ടോ ഗൈസ്, ഇനി വെള്ളം കൊണ്ടേ കളയണം. ഇവിടെ ലിമിറ്റഡ് സ്പേസ് ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു റൗണ്ട് ഞാൻ കൊണ്ടേ കളഞ്ഞു. നെക്സ്റ്റ് റൗണ്ട് കല്ല് സുനയൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടെ, അല്ലെങ്കിൽ അടിയിൽ നിന്ന് കോരാൻ പറ്റില്ല. എന്തോരം ചെളിയാണ്, 3-4 മാസത്തെ ചെളിയുണ്ട്. ഇതിനകത്തെ കല്ലുമെല്ലാം ഇതിൻ്റെ തന്നെ മേടിച്ചപ്പോൾ കിട്ടിയതാണ്ടാ. ഇതൊന്നും ഞാൻ എക്സ്ട്രാ മേടിച്ചല്ല. ഇതിന് എത്രയാണ് 45 രൂപ എന്താണ് ഞാൻ അന്ന് കൊടുത്തത്. പിന്നെ ഈ ചെടി ഞാൻ എക്സ്ട്രാ മേടിച്ചാണ്. ഇത് എനിക്കെന്തോ €1 കിട്ടി. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ഇരുന്നില്ല. അത്യാവശ്യം നല്ലൊരു ചെടിയായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ കോലം കെട്ട്. അപ്പം കല്ലും കൂടി വാരിയെടുക്കാം. വെള്ളം കൂടി ഉണ്ട്, അതിനകത്തോട്ട് ഒഴിച്ചാൽ തികയോ നോക്കാം. ഓക്കെ, അപ്പോൾ മൊത്തം അഴിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ. ഇനി ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ വാഷ് ബേസിനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഇത് കഴുകാൻ പോകുന്നത്.
ഇത് കഴുകാനും എൻ്റെ കയ്യിൽ ടൂൾസ് ഇല്ല കറക്റ്റായിട്ടുള്ള. അതായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, നമുക്ക് നയിച്ചൊക്കെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലും കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസ് എൻ്റെ കയ്യിലില്ല. കുറച്ച് സോപ്പ് പൊടി ഇട്ട് നോക്കല്ലോ. ഒടിഞ്ഞു പോയില്ല, ഭാഗ്യം. ഓക്കെ, എല്ലാം അഴിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇതേതുപോലെ ഒരു പഞ്ഞി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചാർക്കോളുണ്ട്. തൽക്കാലം ഇതിങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു, വേറെ വഴിയില്ല. ഇയാൾ പരിപാടി കഴിഞ്ഞു. പൊട്ടിപ്പോവോ? നല്ല ക്വാളിറ്റി പായലാണ്ട, പോണില്ല. കുറച്ച് ഹാൻഡ് ക്രീമും കൂടി ഇട്ട് നോക്കാം, ഹാൻഡ് വാഷും കൂടി ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്ക് സംഭവം തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കണേക്ക് മുമ്പ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നോക്കാം, വെള്ളം സ്പ്ലിറ്റായി പോകാണ്ടിരിക്കാനാണ് അധികം. കുറച്ച് വെള്ളം കൂടി വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ പമ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതേ വെള്ളമൊക്കെ ഓടിത്തുടങ്ങി. അപ്പോൾ ഏകദേശം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഒരു കുറച്ച് നേരം നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിടാം, വെള്ളം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടേ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടാങ്ക് നിറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പം നിറഞ്ഞു. ഓക്കെ, സെറ്റ്. അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു മണിക്കൂറായിട്ട് ഇപ്പോൾ പമ്പ് ഓടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ ലോലന ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതേ ഒരു ചെടി, നമ്മുടെ ഓർക്കിഡ് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇപ്പോൾ എടുത്തിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീനിടാം. നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ബാലൻസ് ചെയ്തിട്ടൊക്കെ ഇടുള്ളായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല, അങ്ങോട്ട് മാറ്റുന്നു, അത്ര തന്നെ. അപ്പോൾ സംഭവം സെറ്റ്.
അപ്പോൾ അത്രേ ഉള്ളൂ. ഈ അക്വേറിയം വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ അക്വേറിയത്തിനെ മീനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ മേടിക്കാൻ ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെല്ലാവർക്കും ചൂസ്.